ഓക്കെ, അപ്പൊ നമ്മള് ഓൾറെഡി നമ്മളൊരു സ്റ്റഡിങ് പാറ്റേൺ പഠിപ്പിച്ചായിരുന്നു. അതായത് എങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്റർ എടുക്കും നമ്മളത് പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിനകത്ത് ആദ്യം ബേസിക്സ് ആയിരുന്നു, പിന്നെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, പിന്നെ നോമൻക്ലേച്ചർ, പിന്നെ പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, യൂസസ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ബേസിക്സ് പഠിപ്പിച്ചു. ക്ലാസിഫിക്കേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് കൂടെ ഉണ്ട്. അപ്പൊ അത് സി എന്ന് എഴുതിയിട്ട് based on sp2 hybridized carbon atom on which halogen atom is attached. Halogen atom is attached. അതായത് ബേസ്ഡ് ഓൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഒരു കാർബണിന് ചുറ്റിനും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അപ്പൊ ആ ബേസിൽ നമ്മൾ ഹാലോ ആൽക്കീനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നെന്ന് എഴുതിയിട്ട് എഴുതേണ്ടത് വീനൈൽ കോമ്പൗണ്ട്സ്. വീനൈൽ കോമ്പൗണ്ട് ഈ വീനൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഹാലജൻ ആറ്റം, അത് വേണമെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതാം. ഹാലോജൻ ആറ്റം ഡയറക്റ്റ് ആയി ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് സ്ക്രീൻ ഷെയർ സോറി. ഓക്കെ, അപ്പം ഹാലജൻ ആറ്റം ഡയറക്റ്റ് ആയി ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്താൽ അതിനെ എന്തെന്ന് വിളിക്കും? അതിനെ വീനൈൽ കോമ്പൗണ്ട് എന്ന് വിളിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിയോ, ഒരു ഹാലജൻ ആറ്റം Cl ഡയറക്റ്റ് ആയിട്ട് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ. അപ്പം ഇതിൽ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു കാർബൺ വരും, ഇതിൽ രണ്ട് ഹൈഡ്രജൻ വരും. കണ്ടോ? ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ വീനൈൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടെണ്ണം തെറ്റിട്ട് അറൈൽ ഓർ ഫീനൈൽ കോമ്പൗണ്ട് എന്ന് അറൈൽ ഓർ ഫീനൈൽ കോമ്പൗണ്ട് എന്ന്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാലോജൻ ആറ്റം ഡയറക്റ്റ് ആയി ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യുകയും ആ കാർബൺ ബെൻസീൻ റിങ്ങിന്റെ ഒരു പാർട്ടും ആകുകയാണെങ്കിൽ അതിനെ അറൈൽ കോമ്പൗണ്ട് എന്ന് വിളിക്കും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇപ്പം ആലജൻ ഇങ്ങനെ ഒരു എല്ലാവരും ശ്രദ്ധിക്കണം. സി എൽ വരുന്നു. ഈ സി എൽ ഇങ്ങനെ ഒരു ആ ഒരു സെക്കൻഡ് കുഞ്ഞുങ്ങളെ, ഒറ്റ സെക്കൻഡ്.
കുഞ്ഞുങ്ങളെ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, ആരും പോയിട്ടില്ലല്ലോ. കുഞ്ഞുങ്ങളെ കേൾക്കാമോ? ഏബിൽ എല്ലാരും ഹാൻഡ് റൈസ് ചെയ്യാമോ ഉള്ളവര്? ഏബിൽ, സൂര്യഗായത്രി. ഓക്കെ, ഇവിടെ നോക്കിയോ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അറൈൽ കോമ്പൗണ്ടുകളെ പറ്റിയാണ്. അറൈൽ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത എന്താണ്? ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത് ഞാൻ ആ ഒരു കോമ്പൗണ്ട് വരച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിങ്ങനെ വരയ്ക്കുന്നു, ഇതിങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് ഇതിപ്പോ നോക്കി നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ബെൻസീൻ റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഇതെല്ലാം കാർബൺ ആണെന്നുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ? ഇതെല്ലാം ജസ്റ്റ് എന്താണ്? ഇതെല്ലാം കാർബൺ ആണ്. ഈ കാർബണിന്റെ പ്രത്യേകത, ഈ കാർബൺ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റമാണ്. കണ്ടോ? അതായത് ഇവിടെ ഇതുണ്ട്, ഇങ്ങനെ ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ കണ്ടോ? ഈ കാർബണിന് ചുറ്റും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതെല്ലാം sp2 ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബൺ sp2 ആണ്. കാരണം ഇവിടെ നോക്കി, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, ഈ കാർബൺ sp2, അതുകൊണ്ട് ഇതിന്റെ ഡബിൾ ബോണ്ട് ഇതിനും കൂടെ. ഈ കാർബൺ sp2 ആണ്, ഡബിൾ ബോണ്ട് വന്നു. അതേപോലെ തന്നെ അങ്ങനെ ഓരോ ആൾട്ടർനേറ്റ് പൊസിഷനിൽ ആണല്ലോ നമ്മുടെ ബെൻസിൻ റിങ്ങിന് ഡബിൾ ബോണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാർബൺ അല്ല sp2 ഹൈബ്രിഡൈസ്ഡ്. ഈ അറൈൽ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ? ഹാലജൻ ആറ്റം ഡയറക്റ്റ് ആയിട്ട് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യുകയും ആ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ബെൻസിൻ റിങ്ങിന്റെ ഒരു പാർട്ട് ആയിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് അറൈൽ കോമ്പൗണ്ട് എന്ന്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ക്ലാസിഫിക്കേഷനകത്ത് ഒരു 3 ക്ലാസിഫിക്കേഷൻ കൂടെ തരുവാണ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് പോകാം. നോമൻക്ലേച്ചർ ഉണ്ട്, അത് ഞാൻ ഇടയ്ക്ക് ചെയ്യിപ്പിക്കാം ഓൺലൈനിൽ. ഓൺലൈൻകാർക്ക് നോമൻക്ലേച്ചർ ഉണ്ട്, കുറച്ച് നോമൻക്ലേച്ചർ കൂടെ ചെയ്യണം. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഇപ്പൊ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ പറഞ്ഞു തരികയാണ്. ഒന്ന് പ്രൈമറി ഹാലോ ആൽക്കീൻ. പ്രൈമറി ഹാലോ ആൽക്കീൻ. പ്രൈമറി ഹാലോ ആൽക്കീൻ എങ്ങനെ ഇരിക്കും? ഹാലോ ആൽക്കീൻ എങ്ങനെ ഇരിക്കും? അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതെന്താണെന്നറിയാമോ? ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം വേറെ ഒരു കാർബണിലെ അറ്റാച്ച് ചെയ്തിട്ടുള്ളെങ്കിൽ അവൻ പ്രൈമറി. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ബാക്കിയൊക്കെ എവിടെയാ? ബാക്കിയൊക്കെ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ 4 ബോണ്ട് ഉണ്ട്, അതിൽ ബാക്കി 2 ഹൈഡ്രജൻ ആയിരിക്കും. ഇത് മാത്രം കാർബൺ, ഇവിടെ CH3 വരും. ഇനി സെക്കൻഡറി ഹാലോ ആൽക്കീൻ ഇതും ഒന്ന് എഴുതി വെച്ചേക്കുക. ഈ സെക്കൻഡറി ഹാലോ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം വേറെ 2 കാർബണിൽ അറ്റാച്ച് ചെയ്താൽ, അപ്പൊ ബാക്കി ഒരെണ്ണം ഏതായിരിക്കും? ബാക്കി ഒരെണ്ണം ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ ഒരു CH3 വരും, ഇവിടെ ഒരു CH3 വരും. ഓക്കെ, ഇത് സെക്കൻഡറി. ഇനി ടെറിഷ്യറി ഉണ്ട്. ടെറിഷ്യറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടെറിഷ്യറി ഹാലോ ആൽക്കീൻ എഴുതണം. ടെറിഷ്യറി ഹാലോ ആൽക്കീൻ എഴുതണം. അപ്പൊ അത് ഇങ്ങനെ എഴുതാം. അപ്പൊ അതിനെ നമുക്ക് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം വേറെ 3 കാർബണിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ടെറിഷ്യറി ആയിരിക്കും. ടെറിഷ്യറി ഹാലോ ആൽക്കീൻ ആയിരിക്കും. അപ്പൊ ഇവിടെ CH3 വരുന്നു, ഇവിടെ CH3 വരുന്നു, ഇവിടെ CH3 വരുന്നു. ക്ലിയർ ആണോ? സെറ്റ് ആണോ? അപ്പൊ പ്രൈമറി ഹാലോ ആൽക്കീൻ, സെക്കൻഡറി ഹാലോ ആൽക്കീൻ, ടെറിഷ്യറി. ഇത് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ നിന്ന് എക്സ്ട്രാ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതുകൂടെ ഒന്ന് പഠിച്ചു നോക്കുക. ഇനി നമുക്ക് നോമൻക്ലേച്ചർ ആയിരുന്നു പഠിപ്പിക്കാനുള്ള. നോമൻക്ലേച്ചർ പഠിപ്പിക്കാതെ ഞാൻ നേരെ പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്.
അങ്ങനെയാണെങ്കിൽ അടുത്തത് ഞാൻ പറഞ്ഞു നമ്മൾ പഠിപ്പിക്കുന്ന രീതി വെച്ചിട്ട് നോമൻക്ലേച്ചർ ആണ് പഠിപ്പിക്കുന്നത്. നോമൻക്ലേച്ചർ ഒരു 5 ഓർഗാനിക് കോമ്പൗണ്ട് ഹാലോ ആൽക്കീന്റെ കോമ്പൗണ്ടിന്റെ പേര് എഴുതാനായിരുന്നു. അത് ഞാൻ തൽക്കാലം അവിടെ എഴുതാതെ ഞാനിപ്പോൾ നേരെ പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. അപ്പം എഴുതിക്കോളൂ, പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻ. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻ.